ഇന്ന് ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു ബാപ്റ്റിസം തീം കേക്കാണ്. വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലായിരുന്നു. ടേബിൾ സെറ്റും ഒക്കെ ഈ ഒരു കേക്കിൻ്റെ കൂട്ടത്തിൽ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ കേക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം തന്നെ ആ ഒരു കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ഡെലിവറി ബോയ്സിൻ്റെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബെൻഡോ കേക്ക് ഉണ്ടായിരുന്നു. അത് പിക്ക് ചെയ്യാനായിട്ട് ഇവിടെ ആളെത്തിയിട്ടുണ്ട്. ആൾക്ക് അത് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള കേക്കുകളൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുവാണ് കേട്ടോ. ഐശ്വര്യമായിട്ട് ടൂട്ടാർ കേക്കിൽ തന്നെ അങ്ങ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബർത്ത്ഡേ കേക്കാണ്. ആനിമൽ തീം ആയിരുന്നു കേട്ടോ. വൈറ്റും ബ്ലൂ ആയിരുന്നു കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കേക്ക് സെറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു യൂണിക്കോൺ തീം കേക്ക് ഉണ്ട്. പിന്നെ 2 കസ്റ്റം കേക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ 2ലാണെങ്കിലും കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ് പറഞ്ഞ രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ 2 വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആണെങ്കിൽ 2 ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു. 2ലും ഒതന്റിക് ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗനാഷ് കവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും കൂടാതെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളൊരു ബൊക്കെ കൂടി ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കംപ്ലീറ്റ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ വർക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് സേഫായിട്ട് പാക്ക് ചെയ്യണം. കേക്ക് ഉണ്ടാക്കുന്നതിലും കൂടുതൽ ടൈം ഞാൻ എടുക്കാറ് ഈ കേക്ക് പാക്ക് ചെയ്യുന്നതിലാണ് കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു ഡാമേജ് ഈ ഒരു സമയത്ത് പറ്റിക്കഴിഞ്ഞാൽ കേക്കിൻ്റെ എൻ്റെ ലുക്കിനെ അത് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സേഫായിട്ടാണ് കേക്കുകളൊക്കെ പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡെലിവറി ചെയ്യേണ്ട കേക്കുകളുമായിട്ട് ഇതേ പോകുവാണ് കേട്ടോ.